ലോകനാഥനായ മഹാദേവൻ്റെ തിരുനാമം സ്മരിച്ചുകൊണ്ട് ഈ ധ്യാനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശങ്കകളും, ഭയങ്ങളും, വിഷമങ്ങളും ശിവപാദങ്ങളിൽ സമർപ്പിക്കൂ. കൈലാസപർവ്വതത്തിൽ ധ്യാനനിരന്തനായിരിക്കുന്ന പരമശിവനെ മനസ്സിൽ കാണൂ. ജടയിൽ നിന്നൊഴുകുന്ന ഗംഗയും നെറ്റിയിലെ മൂന്നാം കണ്ണും കഴുത്തിലെ നീലക്കണ്ണുള്ള രൂപവും ചന്ദ്രക്കലയും കയ്യിലെ ത്രിശൂലവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാകട്ടെ. കരുണാമയനായ പരമശിവ, ലോകത്തിൻ്റെ നാഥനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ ദിവ്യപ്രകാശം ചൊരിയണമേ. അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നീക്കി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. മഹാദേവ, ഇവിടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. രോഗബാധിതർക്ക് ആരോഗ്യം നൽകണമേ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ നൽകണമേ. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സമാധാനവും നിറയണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും നിന്റെ കൃപയാൽ കാത്തു സൂക്ഷിക്കണമേ. വെറുപ്പിന് പകരം സ്നേഹവും കോപത്തിന് പകരം ക്ഷമയും നിരാശയ്ക്ക് പകരം പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഇനി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കാം. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. പരമശിവന്റെ അളവറ്റ കരുണയാൽ നമുക്ക് ഇന്ന് ഈ പുണ്യ നിമിഷത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശക്തി ദൈവവിശ്വാസമാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും മഹാദേവനിൽ അർപ്പിക്കുന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മനസ്സിന് സമാധാനവും ജീവിതത്തിന് പുതിയ പ്രത്യാശയും നൽകാൻ കഴിയും. മഹാദേവൻ നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയോടൊപ്പം വിനയവും വിജയത്തോടൊപ്പം ധർമ്മവും സമ്പത്തിനോടൊപ്പം ദാനശീലവും ഉണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഭക്തിയോടെയും സത്യസന്ധതയോടെയും ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഭഗവാന്റെ അനുഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ. ഈ ദിവ്യമായ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന എല്ലാ ഭക്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പരമശിവന്റെ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള ഭക്തിഗാനങ്ങളും പ്രാർത്ഥനയും ആത്മീയ സന്ദേശങ്ങളും തുടർന്നും കേൾക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ആത്മീയമായ ഉള്ളടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചോദനമാകുകയുള്ളൂ. എല്ലാവർക്കും നന്മയും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ.